പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മലയാളികൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഗരുഡക്കൊടി എന്ന് പറയുന്ന ഔഷധ സസ്യമാണിത്. ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം വന്നിട്ട് അരിസ്ലൗക്കിയ ഇൻഡിക്ക എന്നാണ് ബൊട്ടാണിക്കൽ നെയിം. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ നമ്മുടെ അരിസ്ലൗക്കിയ റിഞ്ചൻസിലൊക്കെ കാണുന്ന പോലെ ഒരു പക്ഷിയുടെ രൂപമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കണം, വളരെ ചെറുതാണ്. നമ്മുടെ അരിസ്ലൗക്കിയ റിഞ്ചൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, പക്ഷേ സെയിം വെറൈറ്റിയാണ്. അരിസ്ലൗക്കിയുടെ തന്നെ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണിത്. ഗരുഡക്കൊടി, ഗരുഡപ്പച്ച, ഈശ്വരമുല്ല, കരളകം, ഉറിതൂക്കി, വലിയ അരയൻ, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇത് അറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ഇത് വിഷഹാരിയായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു തവണയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത്. നമുക്ക് വേരിൽ നിന്ന് വരുന്ന പ്ലാന്റ്സിന് പ്രത്യേകിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. തുളസി, അതുപോലെ കരിപ്പട്ടി, ചുക്ക്, കുരുമുളകിൻ്റെയൊക്കെ കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് പനി മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ കന്നുകാലികൾക്കും പല രോഗങ്ങൾക്കും മരുന്നായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്.